ഇൻ ദ ഫോറസ്റ്റിൻ്റെ ഗെയിം പ്ലേ ആയിട്ടാണ്. നമുക്ക് ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ പറയുന്നുണ്ട്. ആദ്യം തന്നെ വന്നപ്പോൾ മരം വെട്ടി ഇട്ടിട്ട് നമുക്കൊരു ഫയർ ഒന്ന് ലെവൽ കൂട്ടാം. ഫുഡ് ഇല്ല. ഇതിനിപ്പോൾ പ്ലാന്റ് ഇവിടെ ചെയ്യാൻ പറ്റും. അവിടെ ചെയ്യാം. ഇത് മൾട്ടിപ്ലെയറായിട്ടാണ് കളിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെ നമുക്ക് അറിയത്തൊന്നുമില്ല. എന്നാലും ഈ ബണ്ണി ഫ്രൂട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണം. എനിക്ക് സപ്പോർട്ടിങ് ആയതുകൊണ്ട് ബടാ ബണ്ണി. എൻ്റെ പുതിയ ചാനലാണ് നമ്മുടെ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് ഡേറ്റാണ് അത് ബണ്ണി ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പോയ സ്ക്രാപ്പ് കിട്ടും. ഇവിടെ ജസ്റ്റ് ഉണ്ട്. ജസ്റ്റ് നോക്കണം. ജസ്റ്റ് ഗുഡ് സാക്ക് ഗുഡ് ആക്സ് കിട്ടിയിട്ടുണ്ട്. മരമൊക്കെ വെട്ടാൻ യൂസ്ഫുൾ. നാളെ ഇങ്ങോട്ട് ട്രേഡർ വന്നിട്ട് വേണം നമുക്ക് ബണ്ണി ഫ്രൂട്ട് കൊടുത്തിട്ട് ഗുഡ് സാക്കൊക്കെ മേടിക്കാൻ. കുറച്ചും കൂടെ മരം വെട്ടട്ടെ. മരം വെട്ടി 2 മരം എടുക്കട്ടെ. സാപ്ലിങ് ഉണ്ടോ? സാപ്ലിങ് തന്നെ പ്ലാന്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് മാപ്പ് ആദ്യം തന്നെ ക്രാഫ്റ്റ് ചെയ്യണം. ഞാനും അതിന് മാത്രമേ ഉള്ളൂ. 5 പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഒരു റെഡിയും കൂടെ ആണ്. ഇറച്ചിയാണല്ലേ. അല്ല 3 പേരുണ്ട്. ഫയർ ഇപ്പോൾ കൂടെയുള്ള ആൾക്കാർ ചൈൽഡിനെ റെസ്ക്യൂ ചെയ്ത് ഫയറും ലെവലപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്കെൻ്റെ കയ്യിൽ മാപ്പ് അത്യാവശ്യമാണ്. സ്പ്രിൻ്റ് ചെയ്യാം. ഹങ്കർ ലെവൽ നോക്കുന്നു. അങ്ങനെ മാപ്പ് ഓൾറെഡി ഉണ്ടാക്കി. സപ്ലൈ ക്രേറ്റ് ഒക്കെ ഉണ്ടാക്കാം. ട്രേഡർ മച്ചാനെ സാധനം അങ്ങോട്ട് ഇട്. ഗുഡ് സാക്ക് തിന്നേക്കാം. പിന്നെ ചാവേണ്ടി വരും. ഇപ്പം നമ്മളിപ്പോൾ ഡേ 3 ആയി. ഇല്ല എടുക്കാൻ പറ്റട്ടെ. ണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് സൈഡിനെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ കുറുക്കൻ സീന. മറ്റേ കൾട്ടിസ്റ്റിൻ്റെ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകണോ എനിക്ക് സംശയമാണ്. അവിടെ മാപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് മാപ്പ് ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ മൊത്തം സീനാണ് കേട്ടോ. മുട്ടക്കാട്ട് സീൻ സ്ഥലമാണ്. പ്ലെയിനിൻ്റെ സ്ഥലമുണ്ട് ഇവിടെ. ഇവിടുന്ന് വല്ലതും കിട്ടും. ഇവിടുന്ന് കുറച്ച് സ്ക്രാപ്പും കുറേ സ്റ്റീൽ കിട്ടും. ഫാനൊക്കെ ഇഷ്ടം പോലെ എല്ലാം വാരി എടുക്കുകയാണ്. ഇപ്പോൾ വലിയ ഇഷ്ടമാണ്. ഇതിനകത്ത് തന്നെ വല്ല നല്ല സാധനം കിട്ടിയാൽ മതി. അതിൻ്റെ സ്പിയർ വല്ല സ്പിയർ ഞാൻ പറഞ്ഞില്ലേ സ്പിയർ എന്നെ കിട്ടിയത്. എല്ലാ എണ്ണത്തിനെ കൊല്ലാം.
ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ഉണ്ടോ ഇറങ്ങിപ്പോയാൽ അതോ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവനെ ഒന്ന് കൊന്നാലോ? കൊന്നേക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്തോടാ അത്. ഞാൻ ഡ്രോപ്പ് ചെയ്തു ഇപ്പം ചത്തേനെ. അങ്ങോട്ട് പോയോ? ഒരു നക്ക് കിട്ടിയ ഇപ്പം ഞാൻ ചാവും, അത്രയേ ഉള്ളൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധനത്തിലാണ് വിളിച്ച് നോക്കിയത്. കണ്ടത്തരായിപ്പോയി. ഇതൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. ഹെൽത്തും റീസെറ്റാണ്. അടുത്ത ദിവസം അറ്റാക്കും കാണും. അറ്റാക്ക് എത്രാമത്തെ ദിവസമാണ്? 4ാമത്തെ ദിവസം. ഈ ഫ്ലാഷ് ലൈറ്റ് എടുക്കാൻ മറന്നു പോകുന്നു. നാളെ എടുക്കാം. വെരി ഉണ്ടാക്കാം. We are back. ആൾക്കാരെ കൊണ്ടോടെ ഇപ്പോഴും ഫ്രണ്ട്സ് 3 പേരുണ്ട്. ഇവിടെ കൊണ്ടിട്ട് അരച്ചേക്കാം. എന്ത് സംഭവം? നല്ല ജീവി. നമുക്ക് വെട്ടാം. ഒന്നാവും റീഡ് ചെയ്ത് സ്വന്തയിൽ ബെഡ്, കോമ്പസ്, എത്രയുണ്ട്? 2 ഷെൽഫ്, ഒരു സ്റ്റോറേജ് സെറ്റ് എല്ലാം. ഷെൽഫ് നമുക്ക് കുറേ ഉണ്ടാക്കണം. ബെഡ് ഡേ സ്കിപ്പ് ചെയ്യാനുള്ള സാധനം. ഇത് സൺഡേസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മാപ്പില്ലടാ. മാപ്പ് ഇവന്മാരുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എവിടാണ് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. അങ്ങോട്ട് പോയപ്പോൾ മാപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇത് കിടക്കുന്നത്. ഒരു സോൾഡ് ഔട്ട്. ഇനി നോക്കാനാണെങ്കിൽ ഇൻഫിനിറ്റി തന്നെയുള്ളൂ. ഇൻഫിനിറ്റി എത്ര ആണെങ്കിലും ഉണ്ടാക്കാൻ. പിന്നെ ലോഡ് ഗേറ്റ് എന്നാണ് പുതിയ സാധനം കൊണ്ടത്. മെസ്സേജ് ഒരു പെണ്ണിറങ്ങി പോവാണ്. ഓക്കെ നമ്മളോട് ഇറങ്ങി പോവാണ്. നമുക്ക് ഇവനെ എടുത്തിട്ടേക്കാം. നമുക്ക് ബാഗ് കൊടുത്തേക്കാം. എൻ്റെ ഫ്രണ്ട് വന്ന് അതുകൊണ്ട് അവൾ ഇറങ്ങി പോവാണ്. ഈ സാധനം തന്നേരി മാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ള ഇരിക്കുവാണ്. ഇതുവരെ മാപ്പ് വെച്ചില്ല. എന്നിട്ട് ഇപ്പം മാപ്പ് കണ്ടിട്ടുണ്ട്. നമ്മൾ 2 പേരേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ 6 days ആണ് നമ്മൾ സർവൈവ് ചെയ്തത്. മെഡിക്കറ്റ് ഗണ്ണ്. മഴ തുടങ്ങിയടാ. ഇത് കുക്ക് ചെയ്തിട്ട് കഴിക്കണം. കുക്ക് ചെയ്താന്ന് കഴിയുന്ന ഫ്ലാഷ് ലൈറ്റ് കുറച്ച് മരം വെട്ടണം. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മരം വെട്ടണം. അല്ലെങ്കിൽ അവിടെ മരം വെട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്തോട് കൊണ്ടുവച്ചേക്കാം. പോണം. നാളെയാണ് അറ്റാക്ക് എന്ന് തോന്നുന്നത്. അപ്പം നാളെയാണ് എൻ്റെ സംശയം ശരിയാണ്ട്. നാളെയാണ് അറ്റാക്ക്. കാരണം നമ്മളിപ്പോൾ കിഡ്നിയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഡേ 4 തന്നെ അറ്റാക്ക് വരണം. മറ്റേ കൾട്ടിസ്റ്റിൻ്റെ മറ്റേ അറ്റാക്കല്ല, കൾട്ടിസ്റ്റ് അറ്റാക്ക്. എൻ്റെ ഹങ്കർ ലെവലൊക്കെ ഫില്ലാക്കണമല്ലോ.
സ്റ്റോർ 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 എല്ലാം സ്റ്റോർ. ആ ഫയർ അത്യാവശ്യം ഉണ്ടോ നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. ഇനി എന്തൊക്കെയാണല്ലോ മണി ട്രബിൾ വേണ്ട. നമുക്ക് ഈ ഒരു ലോഗ് ഗേറ്റ് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. എന്തുവാണ് സംഭവം? വലിയ മഴയൊക്കെ ചെയ്തതായിട്ടുണ്ട്. തടി വെട്ടാൻ മരം വെട്ടുകാരൻ ജീവിതം നേറ്റീസ് അപ്രോച്ച്. അല്ല വന്ന് പിടിച്ചോണ്ട് പോയിട്ട് കരങ്ങിട്ടൊരു കാര്യമില്ല, നമുക്കറിയാമല്ലോ. ആണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചത്ത തീർന്നു. പിന്നെ ഡേ 1 തൊട്ട് അത് ഇത്രയായി ലാഗാവുന്നുണ്ടല്ലോ. ഒരു ബെയർ ട്രാപ്പ് ഉണ്ടാക്കി അവന്മാർ വരുമ്പോൾ അവന്മാർ ഇതിനകത്ത് ഔട്ടാണ്. കൾട്ടിസ്റ്റ് വരുമ്പോൾ ഇതിനകത്ത് ഔട്ടാണ്ട് ചത്തോളൂ. അങ്ങനെയുണ്ട് ഇപ്പോഴും. നമുക്ക് എന്തൊക്കെയായാലും കുറച്ചും കൂടെ നേരം കളിച്ചിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ 11 മിനിറ്റായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. നീ കിലോടാ. അപ്പം വേറെ ലെവൽ ഗണ്ണാണ് നമ്മുടെ ചെയ്യുന്നത്. നമുക്ക് ആളൊരു ഗണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പം നോക്കുകയാണെങ്കിൽ ഞാനിപ്പം നമ്മുടെ ക്യാമ്പിൻ്റെ ഒരു അവസ്ഥ വലിയ സംഭവമായിട്ടൊന്നുമില്ല. നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ഗണ്ണും പിടിച്ചോണ്ട് കിടിലൻ ഗണ്ണാണ് കേട്ടോ. ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് അത്രേ ഉള്ളൂ. ഒറ്റ അടിക്ക് തീർന്നു ബണ്ണിയൊക്കെ. ഇതൊന്ന് മരം നോക്കട്ടെ. ഒറ്റപടി ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണല്ല, വേറെ എവിടെ കണ്ണാണ് ഞാൻ. ഇതെന്ത് കട ഇത്? സ്റ്റോർ സ്റ്റോർ സ്റ്റോർ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടിടാം. ആൻഡ് സ്റ്റോർ. നമുക്ക് എത്ര ഒരു ഈ സാധനം ക്രാഫ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഉണ്ടാക്കി നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. സോ നമ്മളിപ്പം 2 പേരുണ്ട്. അവനങ്ങോട്ടെങ്ങാണ്ട് പോയി. നമുക്ക് ഈ ഒരു ഗണ്ണൊന്ന് ടെസ്റ്റ് അടിച്ചിട്ടൊക്കെ വരാം. ഇവിടെ കുറുക്കന്മാരെ കാണുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ കുറുക്കന്മാരുള്ളതാണ്. ചേടാ ചത്ത് തീർന്നു. അത്രയേ ഉള്ളൂ മച്ചാനി. ഗുൾഫ് ബെൽറ്റും കിട്ടി നമുക്ക്. ഇനി എന്തായാലും നമുക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ആദ്യം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഈ ചാനൽ എന്തൊക്കെയായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങളുടെ പുതിയ ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ട് വേണമെങ്കിൽ ഇടാം.